ആറാട്ടണ്ണന്റെ വധവേഗം. സനൽകുമാറിന്റെ മുൻ ഭാര്യയെ കണ്ടപ്പോൾ നാണക്കേട് തോന്നുന്നു. പ്രമുഖ വ്യക്തിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറൽ. മഞ്ജു വാര്യരെ നിരന്തരം ശല്യപ്പെടുത്തുന്നതിനാൽ സനൽകുമാർ ശശിധരനെ വിമർശിച്ച് പ്രമുഖ വ്യക്തി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. സ്വയം പരിഹാസ്യനാകുകയാണ് സനൽകുമാർ എന്ന് അദ്ദേഹം പറയുന്നു. പേരെടുത്ത സംവിധായകനാണ്. 2 കുട്ടികളുടെ അച്ഛൻ. ഭാര്യയുള്ളപ്പോൾ ഭാര്യയുടെ മുന്നിലിരുന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് മഞ്ജുവിനെ കെട്ടാൻ പോകുന്നുവെന്ന്. ആറാട്ടണ്ണന്റെ വേറൊരു പദവേഗമാണെന്ന് ഞാൻ പറയും. അമ്മയുടെ പ്രായമുള്ള മഞ്ജുവിനെ കെട്ടണമെന്ന് പറയുന്ന ആളാണ് ആറാട്ടണ്ണൻ. മഞ്ജു വാര്യരുടെ അച്ഛനെ വിളിച്ച് ചോദിച്ചല്ലോ, അച്ഛ മഞ്ജുവിനെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന്. അവളെന്നെ ഒറ്റയ്ക്കാണ് ജീവിക്കുക, ബുദ്ധിമുട്ടിക്കരുത് മോനെ എന്ന് അദ്ദേഹം ആ ചെറുക്കനോട് പറഞ്ഞു. പിന്നെ മീനയോട് വിവാഹ അഭ്യർത്ഥന നടത്തി. അതിന്റെ വേറൊരു വധവേഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സനൽകുമാർ ശശിധരൻ. തിരുവനന്തപുരത്തുകാരനാണ്. നാണക്കേട് തോന്നുന്നു എനിക്ക്. ഇങ്ങനെയും ഇക്കാലത്ത് വട്ടന്മാരുണ്ടല്ലോ എന്ന് ആലോചിച്ച്. കോളേജിൽ പഠിച്ചപ്പോൾ ഇയാൾ ബ്രില്യൻ സ്റ്റുഡന്റ് ആയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. സ്വപ്നലോകത്തെ ബാലഭാസ്കരനാണ് സനൽകുമാർ. പരിചയപ്പെട്ടവരോടൊക്കെ ശത്രുതയുണ്ടായി. പലപ്പോഴും സ്വന്തം നിലയും വിലയും കളഞ്ഞു. പരിഹാസ്യ കഥാപാത്രമായി. കലാപരമായ കഴിവുകളെ തല്ലിക്കൊഴിച്ചും നടപ്പാക്കാത്ത എന്തൊക്കെയോ മനസ്സിൽ കരുതി സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുകയാണ് സനൽകുമാർ ശശിധരനെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. സനൽകുമാറിന്റെ മുൻ ഭാര്യയെ താൻ കണ്ടിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. കോളേജ് പഠനകാലത്ത് സ്നേഹിച്ച് വിവാഹം ചെയ്ത് 2 നല്ല ആൺമക്കളുമായി അഡ്വക്കേറ്റായ ഭാര്യയ്ക്കോ മക്കൾക്കോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിൽ വൺവേ പ്രേമകഥയുടെ തുടർക്കഥ എഴുതി ഒടുവിൽ പരസ്പരം സമ്മതപ്രകാരം വേർപിരിഞ്ഞു. ഭാര്യ പഴയൊരു സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനെ പുനർവിവാഹം ചെയ്ത് മനസമാധാനത്തോടെ ഇപ്പോൾ ജീവിക്കുന്നു. അവരുടെ അനുജത്തി പത്രപ്രവർത്തകയാണ്. എനിക്ക് അനുജത്തെ പോലെയാണ് അവർ. ഇവർ 3 പെൺമക്കളാണ്. അമ്മ നേരത്തെ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ പോയിരുന്നു. സനൽകുമാറിന്റെ മുൻ ഭാര്യയെയും മക്കളെയും ഞാൻ അവിടെ വെച്ച് കണ്ടു. സന്തോഷമായി അവർ ജീവിക്കുന്നുവെന്നും ശാന്തിവിള ദിനേശൻ പറഞ്ഞു. നടിയുടെ പരാതിയിൽ അറസ്റ്റിലായ സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്.